നമസ്കാരം. രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങളുടെയും ചെറുകിട സംരംഭകരുടെയും ജീവിതം സുഗമമാക്കുന്നതിനും നിയമക്കുരുക്കുകൾ ലഘൂകരിക്കുന്നതിനുമുള്ള നിർണായക ചുവടുവെപ്പുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമുള്ള 79 കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ജൻ വിശ്വാസ് ഭേദഗതി ബിൽ 2026 അതിനിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ്. ഇതോടെ 5 കോടിയോളം വരുന്ന ചെറുകിട കേസുകൾക്ക് പരിഹാരമാകുമെന്നും നീതിന്യായ വ്യവസ്ഥയിലെ ഭാരം കുറയ്ക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ആകെ 784 ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ 1000-ലേറെ കുറ്റകൃത്യങ്ങളെ കുറ്റവിമുക്തമാക്കാനും വ്യവസ്ഥയുണ്ട്. കാലഹരണപ്പെട്ടതും അനാവശ്യവുമായ നിയമങ്ങൾ ഒഴിവാക്കി ജനവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ നിയമപരമായ നൂലാമാലകൾ കുറയ്ക്കാൻ ഈ ബിൽ സഹായിക്കും. മോട്ടോർ വാഹന നിയമത്തിലാണ് ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന പ്രധാന മാറ്റങ്ങൾ വരുന്നത്. പുതിയ ഭേദഗതി പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീർന്നാലും 30 ദിവസം വരെ അത് ഉപയോഗിക്കാൻ അനുമതിയുണ്ടാകും. നിലവിൽ കാലാവധി കഴിഞ്ഞാലുടൻ ലൈസൻസ് അസാധുവാക്കുന്ന സാഹചര്യം ഇതിലൂടെ ഒഴിവാകും. ലൈസൻസ് കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് തന്നെ പുതുക്കിയാൽ കാലാവധി തീർന്ന തീയതി മുതൽ തന്നെ പുതുക്കൽ ഫലപ്രദമാകുന്ന ശ്രദ്ധേയമായ മാറ്റമാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിലൂടെ കൊണ്ടുവന്നത്. വാഹനാപകടവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടം അറിയിക്കാതിരുന്നാൽ നേരത്തെ ജയിൽ ശിക്ഷയും 25,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പിഴയുമാണ് ഉണ്ടായിരുന്നത്. പുതിയ നിയമപ്രകാരം ഇതിലെ ജയിൽ ശിക്ഷ പൂർണ്ണമായും ഒഴിവാക്കി. പകരം 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയായി മാത്രം ഇതിനെ നിജപ്പെടുത്തി. ഇതോടൊപ്പം ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്ക് 5,000 മുതൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭൂരിഭാഗം ഭേദഗതികളും കൊണ്ടുവന്നിരിക്കുന്നത്. വ്യാപാര സൗകര്യം വർദ്ധിപ്പിക്കാനായി 717 ഭേദഗതികളും ജനജീവിതം മെച്ചപ്പെടുത്താനായി 67 ഭേദഗതികളും ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിസ്സാരമായ നിയമലംഘനങ്ങൾക്ക് ബിസിനസ്സുകാരെ ക്രിമിനൽ നടപടികളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും നിക്ഷേപങ്ങളെ ബാധിക്കുന്നതിനും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ശിക്ഷാവിധികളെല്ലാം തന്നെ ഏകീകരിച്ചിട്ടുണ്ടെന്നും വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബിസിനസ്സുകാർക്ക് തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ ജയിലിൽ കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടുന്ന ആ ഒരു ശിക്ഷ നിജപ്പെടുത്തി പരമാവധി പിഴ ശിക്ഷയാണ് ചുമത്തുന്നത്. കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് പിഴകൾ പരിഷ്കരിക്കുകയും അപ്പീൽ അതോറിറ്റികൾ സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് പറഞ്ഞു. നിസ്സാരമായ കുറ്റങ്ങൾ മാത്രമാണ് കുറ്റവിമുക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം സെലക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ലിൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചത്. ഇത് രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. അഴിമതി പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ബില്ലെന്നും നിയമ സംവിധാനത്തെ ഇത് ദുർബലപ്പെടുത്തുമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. കോർപ്പറേറ്റുകളുടെ നിയമലംഘനങ്ങളെ സാധാരണവത്കരിക്കാൻ ഉള്ള ഒരു ശ്രമം സർക്കാർ ശ്രമിക്കുകയാണ്. അഴിമതിയും വഞ്ചനയും തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഇല്ലാതാക്കുന്നത് നിയമവാഴ്ചയെ ബാധിക്കുമെന്നാണ് കോൺഗ്രസ് അംഗം കിരൺകുമാർ റെഡ്ഡി പറഞ്ഞത്. പ്രതിപക്ഷ അംഗം കെ കാവ്യ കൊണ്ടുവന്ന ഭേദഗതികൾ സഭ വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ബിൽ തയ്യാറാക്കിയതെന്നും ഇതിൽ സ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. ആവശ്യമായ കോടതി നടപടികൾ കുറയുന്നത് വഴി നീതി ലഭ്യമാക്കുന്നത് വേഗത്തിലാക്കാൻ സാധിക്കുമെന്ന് കേന്ദ്രം ഉറപ്പിച്ചു പറയുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബില്ലിനെ സ്വാഗതം ചെയ്തു. മോദി സർക്കാരിന്റെ പുതിയ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിലേക്കുള്ള വലിയ ചുവടുവെപ്പാണ് ഇതെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. നിയമങ്ങളിലെ സങ്കീർണതകൾ കുറയ്ക്കുന്നതിലൂടെ ബിസിനസ്സുകാർക്കും സാധാരണക്കാർക്കും സമാധാനപരമായി മുന്നോട്ടു പോകാൻ കഴിയും. പീഡന സ്വഭാവമുള്ള നിയമപരമായ ഇടപെടലുകൾ കുറയ്ക്കാൻ പുതിയ ഭേദഗതികൾ സഹായിക്കുമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഭേദഗതികൾ വരുന്നതോടെ രാജ്യത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ചെറിയ കേസുകളിൽ തീരുമാനമാകും.
ക്രിമിനൽ കോടതികളുടെ ഭാരം കുറയ്ക്കാനും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് ജുഡീഷ്യറിക്ക് അവസരം നൽകും. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണമെന്ന കേന്ദ്ര നയത്തിന്റെ ഭാഗമായാണ് 23 മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള 79 നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത്. വിവിധ വകുപ്പുകളിലെ പിഴത്തുകകൾ കുറ്റത്തിന്റെ തോതനുസരിച്ച് പുനർനിശ്ചയിച്ചിട്ടുണ്ട്. സാമ്പത്തിക നിയമലംഘനങ്ങളിലും വ്യാപാര നിയമങ്ങളിലും വരുത്തിയ മാറ്റങ്ങൾ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും സഹായകരമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. അനാവശ്യ ഭയമില്ലാതെ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം ഇതിലൂടെ സംജാതമാകുമെന്നും സർക്കാർ വക്താക്കൾ പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഇന്ന് പ്രസക്തിയില്ലാത്തതുമായ പല ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നിയമങ്ങളും ബില്ലിലൂടെ നീക്കം ചെയ്യപ്പെട്ടു. ജനങ്ങളുടെ അറിവില്ലായ്മ മൂലം സംഭവിക്കുന്ന ചെറിയ പിഴകൾക്ക് പോലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനായാണ് വലിയ വിജയമായതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗവർണൻസ് കൂടുതൽ ലളിതമാക്കുന്നതിനും സുതാര്യമാക്കുന്നതിനുമുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന സൂചനയാണ് ജൻവിശ്വാസ് ബില്ല് പൊതുജനങ്ങൾക്ക് നൽകുന്നത്.